Hello everyone, today we have to discuss particle in a box 2 dimensions. നമ്മൾ particle in a box ആയിരുന്നു ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 1 ഡയമെൻഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 1 ഡയമെൻഷന് നമ്മൾ എന്ത് ചെയ്യാണ്, 2 ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് വേവ് ഫംഗ്ഷനൊക്കെ സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ അതിനൊരു പുതിയൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്, ഡീജനറസി. ആ ഡീജനറസി എന്നുള്ളത് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വേവ് ഫംഗ്ഷനാണ്. ഇതാണ് അറ്റോമിക് ഫിസിക്സിൻ്റെ സ്റ്റഡീനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് എന്നുള്ളത്, വേവ് ഫംഗ്ഷൻ്റെ ഡീജനറസി. സോ ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീജനറസി പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ അത് നമുക്ക് ലേറ്ററായിട്ട് ഡിസ്കസ് ചെയ്യാം. So here we consider a particle moves freely in a two-dimension region 0 less than x less than L and 0 less than y less than L. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് എക്സ് ഡയറക്ഷനിൽ 0 മുതൽ L വരെയുള്ള റീജിയൻ, അതുപോലെ തന്നെ y ഡയറക്ഷനിലും 0 to L വരെയുള്ള റീജിയൻ. ഇതൊരു ഫൈനൈറ്റ് റീജിയൻ ആണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എൻകൗണ്ടേഴ്സ് ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു 2 ഡയമെൻഷൻ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണെന്ന് പറയാം. In this region 0 less than or equal to x less than L and 0 less than or equal to y less than L പൊട്ടൻഷ്യൽ എനർജി V എന്തായിരിക്കും, 0 ആയിരിക്കും. ബാക്കിയുള്ള റീജിയൻസിലൊക്കെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ എടുത്തത് അത് തന്നെയാണ്, 0 to L എന്നുള്ള ആ റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുത്തു. ഈ ബൗണ്ടറിയുടെ രണ്ട് സൈഡിലും പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയിട്ട് എടുത്തു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി ബാക്കിയുള്ളിടത്തൊക്കെ ഇൻഫിനിറ്റി ആണ്, ഈ ഒരു റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, എക്സിൻ്റെയും വൈൻ്റെയും ഒരു ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷനിൽ എക്സ് ഡിപ്പെൻഡൻസും വൈ ഡിപ്പെൻഡൻസും വരും. ഇനി ഇവിടുത്തെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, അതായത് പാർട്ടിക്കിൾ ഇൻ എ 2 ഡയമെൻഷണൽ ബോക്സിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ് വരിക, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സൈ. സൈ എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എക്സിൻ്റെയും വൈൻ്റെയും ഡിപ്പെൻഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നത്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ. ഇനി നമ്മൾ ത്രൂ ഔട്ട് മൈനസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈയുടെ ടേം LHS കൊടുന്ന് എഴുതി. അപ്പോൾ എന്ത് വരും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്, സൈ ഓഫ് എക്സ് വൈ ആണ്. ഹിയർ വി അസ്യൂം ദാറ്റ് ദ സൊല്യൂഷൻ സൈ ഓഫ് എക്സ് വൈ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ. അതായത് 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ് ഈ സൈ ഓഫ് എക്സ് വൈ. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ വൈൻ്റെ ഫംഗ്ഷൻ മാത്രമാണ്. ഇങ്ങനത്തെ 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റാണ് ഈ സൈ ഓഫ് എക്സ് വൈ എന്നുള്ളത്. അതായത് സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. ഇനി നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ എന്ത് വരുന്നുണ്ട്, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറും അതുപോലെ തന്നെ ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയറും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേവ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എന്ത് കാണാം, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ വരിക, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ജി ഓഫ് വൈ. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ജി ഓഫ് വൈ എന്താണ്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൺലി ആണ്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഓൺലി എഫ് ഓഫ് എക്സിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ത് വന്നു, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡബിൾ ഡാഷ് ഓഫ് വൈ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, സൈയും അതുപോലെ തന്നെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയറും നമ്മളെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിട്ട് മാറും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ജി ഓഫ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് ജി ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഫസ്റ്റ് ടേമിൽ ജി ഓഫ് വൈ ക്യാൻസലായി പോവും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ്
പ്ലസ് സെക്കൻഡ് ടേമിൽ എഫ് ഓഫ് എക്സും ക്യാൻസലായി പോവും. അപ്പോൾ എന്ത് വരും? ജി ഡബിൾ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ പ്ലസ് തേർഡ് ടേമിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ ക്യാൻസലായി പോയാൽ എന്ത് വരും? 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കൂ. ഫസ്റ്റ് ടേം എന്താണ്? എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ്, അതായത് അവിടെ എക്സ് ഡിപ്പെൻഡൻസ് മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് സെക്കൻഡ് ടേംസിൽ വൈ ഡിപ്പെൻഡൻസ് മാത്രമേ വരുന്നുള്ളൂ. തേർഡ് ടേം എന്താണ്? ഇസ് എ കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ ഈ ബാക്കി രണ്ട് ടേമും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഇവിടെ എന്തെന്ന് എഴുതാം? മൈനസ് ജി ഡബിൾ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ മൈനസ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ. അതായത് ഇവിടെ എക്സ് ഡിപ്പെൻഡൻസ് എടുക്കുമ്പോൾ ബാക്കി രണ്ട് ടേംസും കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ആൽഫ സ്ക്വയർ എന്നെടുത്തു, അതായത് മൈനസ് ആൽഫ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? മൈനസ് ആൽഫ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ സ്ക്വയർ എഫ് ഓഫ് എക്സ്, അതായത് ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ സ്ക്വയർ എഫ് ഓഫ് എക്സ്. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? വൈ ഡിപ്പെൻഡൻസ് മാത്രം കൺസിഡർ ചെയ്യുക. വൈ ഡിപ്പെൻഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഡിപ്പെൻഡൻസ് ഉള്ള ആ ടേം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഓൾറെഡി അവിടെ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റും ഉണ്ട്. സോ അവിടെ നമുക്ക് ജി ഡബിൾ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ആ കോൺസ്റ്റൻ്റ് എന്താണ് എടുക്കുന്നത്? മൈനസ് ബീറ്റ സ്ക്വയർ. അതായത് ഇക്വേഷൻ നമ്പർ 5 നമുക്ക് എന്തെന്ന് എഴുതാം? ജി ഡബിൾ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ മൈനസ് ബീറ്റ സ്ക്വയർ എന്നെടുത്തത്. സോ നമുക്ക് എന്തെന്ന് കിട്ടി? ഡി സ്ക്വയർ ജി ഓഫ് വൈ ഡിവൈഡഡ് ബൈ ഡി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ ജി ഓഫ് വൈ എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 7 നമുക്ക് എന്ത് എഴുതാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എന്ന് എഴുതാം. ഈ ഇക്വേഷൻ പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ 6 and 8 എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ്റെ രൂപത്തിലാണ് വരുന്നത്. സോ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. സോ ആ രൂപത്തിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാം. ഇക്വേഷൻ നമ്പർ 6ൻ്റെ സൊല്യൂഷൻ വരുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a1 സൈൻ ആൽഫ എക്സ് പ്ലസ് b1 കോസ് ആൽഫ എക്സ് ആണ് വരിക. ആൻഡ് ഇക്വേഷൻ നമ്പർ 8ൻ്റെ സൊല്യൂഷൻ വരിക ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു a2 സൈൻ ബീറ്റ വൈ പ്ലസ് b2 കോസ് ബീറ്റ വൈ എന്നാണ് വരിക. വൺ ഡയമെൻഷൻ്റെ കേസിലും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കോൺസ്റ്റൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ്. അതായത് ഇവിടെ 4 കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്, a1 a2 b1 b2. ഈ 4 കോൺസ്റ്റൻറ്റും ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. So we know that psi vanishes at the surface of infinite potential. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0ലും എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലും സൈ 0 ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു 0ലും വൈ ഇസ് ഈക്വൽ ടു എല്ലിലും സൈ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 0? എഫ് ഓഫ് എക്സ് ആണ് 0. സൈ 0 മീൻസ് എഫ് ഓഫ് എക്സ് ഇസ് 0. ആൻഡ് വൈൻ്റെ കേസ് ആണെങ്കിൽ അവിടെ ജി ഓഫ് വൈ ആണ് 0. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 10 എടുത്തു. ഇക്വേഷൻ നമ്പർ 10 ആയിരുന്നു എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷന്. സോ അതിലാദ്യം എക്സ് ഇസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 0 ഇസ് ഈക്വൽ ടു സൈൻ 0 0 തന്നെയാണ്. സോ 0 പ്ലസ് b1 എന്ന് വന്നു. കോസ് 0 1 ആണ്, അതുകൊണ്ട് തന്നെ b1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0. അതായത് b1 ഇസ് ഈക്വൽ ടു 0. സോ വേവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? a1 സൈൻ ആൽഫ എക്സ് എന്ന് വന്നു. ഇനി അടുത്ത ബൗണ്ടറി കണ്ടീഷനായിട്ടുള്ള എക്സ് ഇസ് ഈക്വൽ ടു എൽ കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലും എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. സോ എന്ത് വരും? 0 ഇസ് ഈക്വൽ ടു a1 സൈൻ ആൽഫ എ. അതായത് ഈ ഇക്വേഷന് നമുക്ക് എന്ത് പറയാം? സൈൻ ആൽഫ എൽ ഇസ് ഈക്വൽ ടു 0. എപ്പോഴാണ് സൈൻ ഫംഗ്ഷൻ 0 ആവുക? ആ ഒരു ക്വാണ്ടിറ്റി n പൈ ആകുമ്പോൾ. അതായത് ഇവിടെ എന്താണ്? ആൽഫ എൽ ഇസ് ഈക്വൽ ടു n പൈ ആകുമ്പോഴാണ് സൈൻ ഫംഗ്ഷന് 0 ആവുക. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? ആൽഫ എൽ ഇസ് ഈക്വൽ ടു n പൈ. ഇവിടെ നമ്മൾ എക്സ് ഡയറക്ഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എൻ എക്സ് എന്ന് എഴുതാം. സോ അതായത് എന്ത് വരും? ആൽഫ എൽ ഇസ് ഈക്വൽ ടു എൻ എക്സ് പൈ. എൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 2 3 എക്സെട്ര ആണ് വരിക. സോ ഇവിടുന്ന് ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം? എൻ എക്സ് പൈ ഡിവൈഡഡ് ബൈ എൽ. സോ അവർ വേവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? a1 സൈൻ
എൻ എക്സ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി അടുത്തത് ജി ഓഫ് വൈ കിട്ടണം. ജി ഓഫ് വൈ കിട്ടാൻ വൈ ഡയറക്ഷനിലുള്ള ബൗണ്ടറി കണ്ടീഷന് അപ്ലൈ ചെയ്യണം. അതായത് വൈ ഇസ് ഈക്വൽ ടു 0ലും വൈ ഇസ് ഈക്വൽ ടു എല്ലിലും വേവ് ഫംഗ്ഷൻ സൈ 0 ആണ്. വേവ് ഫംഗ്ഷൻ സൈ 0 എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ് വരിക. സോ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ഇവിടുത്തെ നമുക്ക് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എന്ത് എന്ന് വരും, എ ടു സൈൻ എൻ വൈ പൈ വൈ ഡിവൈഡഡ് ബൈ എൽ. ഇവിടെ എൻ വൈ എന്നുള്ളത് എന്നിൻ്റെ സഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്, കാരണം വൈ ഡയറക്ഷനത്തെ കോണ്ടന്റ് നമ്പർ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഇങ്ങനെ ബീറ്റ എന്തായിരിക്കും, എൻ വൈ പൈ ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. സോ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണ്, സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും നമുക്ക് കിട്ടി. സോ സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം, a1 a2 സൈൻ എൻ എക്സ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ സൈൻ എൻ വൈ പൈ വൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. ഇനി ഇവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, a1ഉം a2. ഈ a1ഉം a2ഉം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് തന്നെ ഡബിൾ ഇൻ്റഗ്രൽ വരും നോർമലൈസേഷൻ കണ്ടീഷനിൽ. നമ്മൾ 1 ഡയമെൻഷണൽ ആകുമ്പോൾ എന്തായിരുന്നു നോർമലൈസേഷൻ കണ്ടീഷൻ, ഇൻ്റഗ്രൽ മോഡ് സൈ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ അങ്ങനെ സൈ ഓഫ് എക്സ് വൈ ഉണ്ട്, രണ്ട് ഡിപ്പെൻഡൻസ് വരുന്നുണ്ട് എക്സിൻ്റെയും വൈൻ്റെയും, അതുകൊണ്ട് തന്നെ ഡബിൾ ഇൻ്റഗ്രൽ വരും. ഇവിടെ എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ വരിക, ഡബിൾ ഇൻ്റഗ്രൽ മോഡ് സൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ സൈ ഓഫ് എക്സ് വൈ ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, അതുപോലെ തന്നെ നമ്മൾ ലിമിറ്റ് 0 to L ആണ്, അതും കൂടി കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് വരും, ഡബിൾ ഇൻ്റഗ്രൽ 0 to L a1 സ്ക്വയർ a2 സ്ക്വയർ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ സൈൻ സ്ക്വയർ എൻ പൈ വൈ ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. നമുക്ക് രണ്ട് ഇൻ്റഗ്രലും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ സൈൻ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എഴുതാം. അപ്പോൾ ആദ്യം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള a1 സ്ക്വയറും a2 സ്ക്വയറും ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എഴുതി, പിന്നെ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആദ്യം എഴുതി, പിന്നെ വൈൻ്റെ ഇൻ്റഗ്രൽ എഴുതി. അതായത് എന്ത് വരും, a1 സ്ക്വയർ a2 സ്ക്വയർ ഇൻ്റഗ്രൽ 0 to L 1 മൈനസ് കോസ് 2 n പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ 2 ഡി എക്സ് ഇൻ്റഗ്രൽ 0 to L 1 മൈനസ് കോസ് 2 n പൈ വൈ ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ 2 ഡി വൈ ഇസ് ഈക്വൽ ടു 1. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, a1 സ്ക്വയർ a2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഫസ്റ്റ് എക്സിൻ്റെ ഇൻ്റഗ്രലിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, എക്സ് മൈനസ് സൈൻ 2 n പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൽ ബൈ 2 n പൈ. പിന്നെ വൈ ചെയ്യുമ്പോൾ എന്ത് വരും, വൈ മൈനസ് സൈൻ 2 n പൈ വൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 2 n പൈ ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഈ ഇൻ്റഗ്രലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇതേ സെയിം ഇൻ്റഗ്രൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ ടേം 0 ആയിട്ട് പോകും, പിന്നെ കോസ് ടേം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്ത് വരും ആൻസർ, a1 സ്ക്വയർ a2 സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 1. അതായത് ഇവിടുന്ന് നമുക്ക് എന്തെന്ന് എഴുതാം, a1 സ്ക്വയർ a2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ബൈ എൽ സ്ക്വയർ. അതായത് a1 a2 ഇസ് ഈക്വൽ ടു 2 ബൈ എൽ. ഇനി നമ്മളെ വേവ് ഫംഗ്ഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷൻ എന്ത് വരും, സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 ബൈ എൽ സൈൻ 2 n പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ സൈൻ 2 n പൈ വൈ ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് നമ്മളെ വേവ് ഫംഗ്ഷൻ ഇൻ എ 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ. ഇനി ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂ ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കണം. സോ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 9 എന്ത് വരും, n പൈ ഡിവൈഡഡ് ബൈ എൽ ഓൾ സ്ക്വയർ പ്ലസ് n പൈ ഡിവൈഡഡ് ബൈ എൽ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me ഡിവൈഡഡ് ബൈ h സ്ക്വയർ. ഇവിടെ അതിന് സഫിക്സ് ആയിട്ട് എക്സും വൈയും ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല എന്നുള്ളൂ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇനി രണ്ട് ടേമിലും എൽ എച്ച് എസിൽ കോമൺ ആയിട്ട് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഉണ്ട്. സോ അത് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me ഡിവൈഡഡ് ബൈ h സ്ക്വയർ. സോ എനർജി ഇ ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം, h സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ml സ്ക്വയർ ഇൻറ്റു എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ.
നമുക്കറിയാം എച്ച് കട്ട് ഇസ് ഈക്വൽ ടു എന്താണ്, എച്ച് ബൈ 2π ആണ്. സോ അത് ഇവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനർജി ഇ എന്ത് വരും, എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml² ഇൻറ്റു nx² പ്ലസ് ny സ്ക്വയർ. ഇതാണ് എനർജി ഐഗൺ വാല്യൂവിൻ്റെ എക്സ്പ്രഷന്. 2 ഡയമെൻഷണൽ എനർജി ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിൽ എനർജി ഐഗൺ വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml² nx² പ്ലസ് ny സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ nx ny പറഞ്ഞിട്ടുള്ള 2 കോണ്ടന്റ് നമ്പർ വരുന്നുണ്ട്. ഈ ഇൻഡിജേഴ്സ് ആയിട്ടുള്ള nxഉം nyയും എന്താണ്, 2 കോണ്ടന്റ് നമ്പേഴ്സാണ്. സോ അതിനെ ഒന്നുകൂടി ഇതാക്കിയിട്ട് നമുക്ക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇ സഫിക്സ് ആയിട്ട് nx ny എന്ന് എഴുതി ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8ml² nx² പ്ലസ് ny സ്ക്വയർ. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണ് വരിക, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ nx ഇസ് ഈക്വൽ ടു 1 ആൻഡ് ny ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് വരും, psi 1 is of xy is equal to 2/L sin pi x divided by L sin pi y divided by L. നമ്മൾ nx ഉള്ളിടത്തും ny ഉള്ളിടത്തും 1 കൊടുത്തു. അതുപോലെ തന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജി എന്താ വരിക, ഈ എനർജിനെ നമ്മൾ 0 പോയിൻറ്റ് എനർജി എന്നാട്ടോ പറയുക. ഈ എനർജി എന്താ വരിക, E is equal to h square divided by 8ml square into 1 square plus 1 square. നമുക്കറിയാം nx square plus ny square ആണ്. nxന് 1 കൊടുത്തു, nyക്ക് 1 കൊടുത്തു. അപ്പോൾ 1 square plus 1 square എന്താണ്, 2 ആണ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജി അല്ലെങ്കിൽ 0 പോയിൻറ്റ് എനർജി എന്താണ് വരിക, 2h square divided by 8ml square എന്നാണ് വരിക. ഇനി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. നേരത്തൊക്കെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, n is equal to 2 ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് 2 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഒന്നെന്താണ്, nx ഇസ് ഈക്വൽ ടു 1 ny ഇസ് ഈക്വൽ ടു 2. രണ്ടാമത്തത് nx ഇസ് ഈക്വൽ ടു 2 ആൻഡ് ny ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. 1 ഡയമെൻഷൻ്റെ കേസിലാണെങ്കിൽ ഓൺലി 1 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതെന്താണ്, n ഇസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. സോ ഇതിൽ നിന്നാണ് ഡീജനറസി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു 2 പോസിബിലിറ്റി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വേവ് ഫംഗ്ഷന് കിട്ടും. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2 വേവ് ഫംഗ്ഷന് കിട്ടും. അത് ഏതൊക്കെയാണ്, psi of xy is equal to 2/L sin pi x divided by L sin 2πy divided by L. അത് ഫസ്റ്റ് വണ്ണ്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്, sin 2/1. അതായത് nxന് നമ്മൾ 2 കൊടുത്തു, nyക്ക് 1 കൊടുത്തു. അപ്പോൾ എന്താ വരിക, 2/L sin 2πx divided by L sin pi y divided by L. അതായത് 2 കോണ്ടന്റ് നമ്പർ കൊടുത്തു. അപ്പോൾ നമുക്ക് 2 വേവ് ഫംഗ്ഷൻ കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എനർജി ഐഗൺ വാല്യൂ ആദ്യം nxന് 1 കൊടുത്തു, nyക്ക് 2 കൊടുത്തു. അപ്പോൾ എനർജി എന്താ വരിക, h square divided by 8ml² into 1 square plus 2 square. 1 square plus 2 square 5 എന്ന് വരും. അതായത് 5h² divided by 8ml² എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, nxന് 2 കൊടുത്തു, nyക്ക് 1 കൊടുത്തു. അപ്പോൾ എനർജി എന്താ വരിക, E is equal to h² divided by 8ml² into 2 square plus 1 square. 2 square plus 1 square എന്താണ്, 5 ആണ്. സോ എന്ത് വരും, 5h² divided by 8ml². ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡിഫറെൻറ്റ് കോണ്ടന്റ് നമ്പർ നമ്മൾ കൊടുത്തപ്പോൾ ഡിഫറെൻറ്റ് വേവ് ഫംഗ്ഷന് കിട്ടി. പക്ഷേ എനർജി എന്താണ്, സെയിം ആണ് കിട്ടിയത്. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഡീജനറസി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അങ്ങനെ എനർജി ലെവൽസ് എന്ത് ചെയ്തു, ഡീജനറേറ്റ് ചെയ്തു. അതായത് എന്താണ് ഡീജനറസി, we get different wave function for different wave number but having same energy eigenvalue. This is called degeneracy and here energy levels are degenerated. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഡീജനറസി അറ്റോമിക് ഫിസിക്സിൽ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. നമുക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഡീജനറസി വളരെയധികം യൂസ്ഫുള്ളാണ്. സോ ഇന്ന് നമ്മൾ 2 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വേവ് ഫംഗ്ഷനും അതുപോലെ തന്നെ എനർജി ഐഗൺ വാല്യൂവും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.